ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു വ്ളോഗൊന്നും അല്ല, ഞങ്ങൾ ട്രാവലിംഗ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ഇന്ന് ഓട്ടിടാൻ പോയി. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് വർക്കല ആയതുകൊണ്ട് ഞാൻ വർക്കലയിൽ നിന്ന് ട്രിവാൻഡ്രം വരെ വന്നിട്ടാണ് ഈ ഓട്ടിട്ടത്. അല്ല പ്രയോജനം ഉണ്ടാകുന്നേട്ടാ, ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ നിങ്ങളെല്ലാവരും പോയി വോട്ടിട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണവും എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് എന്തിനാണ് ഞാൻ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വോട്ടിടേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം ഏത് പാർട്ടിക്കാർ ജയിച്ചാലും അവരവരുടെ പാർട്ടിക്ക് കൊള്ളാം എന്ന് പറയുന്നത് പോലെ അവരവർക്ക് കൊള്ളാം അല്ലേ. നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉപയോഗവും കിട്ടിയിട്ടില്ല. പേഴ്സണലി എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരെ കൊണ്ടും ഒരു ഈ പാർട്ടിക്കാരെ കൊണ്ടൊന്നും ഒരു ഉപയോഗവും കിട്ടിയിട്ടില്ല. ഈ പവർ എന്ന് പറയുന്നത് പണം ഉള്ളവൻ്റെ കയ്യിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ പാവപ്പെട്ടവന് പാവപ്പെട്ടവന് ഒരു ഗുണവും ഇല്ല. ഇപ്പോൾ കേരളം വികസിക്കുന്നുണ്ട് അല്ലേ. LDF പറയുന്ന പോലെ കേരളം വികസിക്കുന്നുണ്ട്. UDF പറയുന്നത് ഞങ്ങൾ വന്നാൽ കുറച്ചും കൂടെ വികസിക്കും. BJP വന്നാൽ ഞങ്ങൾ ഇതിനേക്കാളും വികസിപ്പിക്കും എന്നാണ് ഇവരുടെ 3 പേരുടെയും ടോക്ക്. എന്താണ് ഇവർ വികസിപ്പിക്കുന്നത്? ശരി, വികസനം വേണ്ട എന്നല്ല പറയുന്നത്. മെട്രോ വരുന്നുണ്ട്, NH വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് വികസനങ്ങൾ പല മേഖലകൾ വരുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം വേണം, ഇതെല്ലാം നല്ലതാണ്, നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഇവരൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം ഇത് പാവങ്ങളുണ്ട് നമുക്കിടയിൽ. ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊരു ആവശ്യം വന്നു, അവർക്ക് 3 നേരം ഭക്ഷണം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ആ വീട്ടുകാർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവരാരെങ്കിലും സഹായിക്കുന്നുണ്ടോ എന്നെനിക്ക് അറിയില്ല. പാർട്ടിക്കാരാണെങ്കിൽ ചിലപ്പോൾ സഹായിക്കും. മീൻസ് ആ പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ കയ്യോ കാലോ കൊടുത്തെന്ന് വരാം. അല്ലാതെ ഇവരെ കൊണ്ടൊരു ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപാട് പേർക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാം. ഈ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവർക്കൊക്കെ അറിയായിരിക്കും. സഹകരണ ബാങ്കിൽ നിന്ന് ഇപ്പം ലോൺ എഴുതി വരുന്നുണ്ട്. ഈ ഭരിക്കുന്ന പാർട്ടിയാണ് സഹകരണ ബാങ്ക് കൂടുതലും ഭരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ആരും ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാമല്ലോ. എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ ഒരു ഓട്ടോക്കാരനാണ്, എൻ്റെ അമ്മ ഒരു ലോട്ടറി ഏജൻ്റാണ്, ഞാനും എൻ്റെ അനിയത്തി, ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അപ്പം ഞങ്ങൾക്ക് ഈ ഇടയ്ക്ക് ഇതുപോലൊരു ഇഷ്യൂ വന്നു, ഒരു ജപ്തി നോട്ടീസ് വന്നു. ഞാനും എൻ്റെ അനിയത്തിയും കൂടെയാണ് ഓടിയത്. അത്രയും എൻ്റെ അച്ഛനും അമ്മയും വയ്യാത്തവരാണ്, അവർക്ക് വരാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു. കാരണം അച്ഛനോ ഒരു നേരം ഓടിയില്ലെങ്കിൽ ആ പൈസ നമുക്ക് കിട്ടൂല. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടെയാണ് പലരെയും വിളിച്ചു, പലരുടെ അടുത്തും പോയി. ഒരാളും സഹായിച്ചില്ല. 1 രൂപയുടെ പൈസ പോലും ഒരുത്തരും സഹായിച്ചില്ല. അല്ലെങ്കിൽ അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കാൻ പോലുമുള്ള മനസ്സ് ഒരാളും കാണിച്ചിട്ടില്ല. അപ്പം ഞാനിത് ഇവിടെ പറയാൻ കാരണം, ഈ 3 പേര് അതായത് LDF ആയാലും UDF ആയാലും BJP ആയാലും ഗുണം അവരവർക്ക് തന്നെയാണ്. അല്ലാതെ അവരൊരിക്കലും പാവങ്ങളെ തിരിഞ്ഞു നോക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ തിരിഞ്ഞു നോക്കുമായിരുന്നു എങ്കിൽ ഇത്രത്തോളം പട്ടിണിയും ദാരിദ്ര്യവും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവില്ലായിരുന്നു. ഇനിയിപ്പം ഈ വീഡിയോ ഇടുമ്പോൾ പലരും വന്ന് കമന്റ് ചെയ്യും, അങ്ങനെയല്ല, LDF ഒരുപാട് ദാരിദ്ര്യം മാറ്റിയിട്ടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയാനില്ല. പക്ഷേ ഇനിയും ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങൾ, ഭക്ഷണം കിട്ടാത്ത ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങളും അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇപ്പോഴും ഈ കേരളത്തിൽ മാത്രമല്ല, ഈ ഇന്ത്യൻ മഹാരാജ്യത്ത് വരെ ഉണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ വെറുതെ പോയി എല്ലാവരും പറയും അധികാരം നമ്മുടെ കയ്യിലാണ്, ജനങ്ങളുടെ കയ്യിലാണ്. ജനങ്ങളുടെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഒരു അധികാരവും ജനങ്ങളുടെ കയ്യിലില്ല. വോട്ടിടുക എന്നുള്ളതേ ഉള്ളൂ. ആര് ജയിച്ചാലും അവന്മാർക്ക് തന്നെയാണ് അധികാരം, അത്രയും. അല്ലാതെ പാവപ്പെട്ടവന് ഒരു അധികാരമില്ല. ജയിച്ച് അവരങ്ങ് പോകും അവരുടെ കാര്യം നോക്കി. പിന്നെ വല്ല റോഡ് വെട്ടാനോ ഊടി വെട്ടാനോ അല്ലാതെ ആരുടെയെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, സാറേ ഒന്ന് എന്തെങ്കിലും ചെയ്തു തരണം, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ ആദ്യത്തെ സംസാരം നമുക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് നിങ്ങളുടെ പ്രശ്നം കൊണ്ടുണ്ടായതാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ അടുത്ത് പറഞ്ഞത് കാരണം ഞങ്ങള് ഈ സഹകരണ ബാങ്കിൽ ലോൺ വെച്ച് ക്യാഷ് എടുത്തത് വീട്ടില് കുറച്ച് ആവശ്യത്തിനും കാര്യങ്ങൾക്കുമാണ്. അതിനുശേഷം ഞങ്ങൾ കറക്റ്റായിട്ട് അടച്ചുകൊണ്ടിരുന്ന് പിന്നെ കോവിഡ് വന്നപ്പോൾ അടയ്ക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു. ആ സമയത്ത് അമ്മയ്ക്ക് യൂട്രസിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയപ്പം അവിടെയും നമുക്ക് ലോൺ അടയ്ക്കാനുള്ള ഒരു ഗതിയില്ലായിരുന്നു. കാരണം എനിക്ക് ജോലിയില്ല, എൻ്റെ
എൻ്റെ അനിയത്തിക്ക് ജോലിയില്ല. കാരണം ഞാൻ ഡെലിവറി കഴിഞ്ഞ ടൈമിലാണ് അമ്മയ്ക്ക് ഈ പ്രശ്നം വന്നത് യൂട്രസിൽ. അപ്പോൾ ഞാൻ ഈ ബാങ്കിൽ ഈ ലോണിന് വേണ്ടി ലോൺ അടയ്ക്കാൻ പറ്റാതെയായി ഞാൻ അത് പോയി സംസാരിക്കണം, കുറച്ച് നീട്ടി തരുമോ എന്ന് പറഞ്ഞപ്പോൾ ഈ സഹകരണ ബാങ്കിലുള്ള പാർട്ടിക്കാരന്മാർ ഞങ്ങളടുത്ത് പറഞ്ഞ കാര്യമാണ്, എടുത്ത് അടയ്ക്കണം, അല്ലാതെ ഞങ്ങൾക്കൊന്നും, അല്ലാതെ ഇവിടെ വന്നിരുന്ന് നിങ്ങൾ 2 പെണ്ണുങ്ങൾ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എടുത്ത് അടയ്ക്കണം. അടയ്ക്കണമെന്ന് അറിയാം, ആരുടെ ഔദാര്യമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സിറ്റുവേഷൻ അവർക്ക് വേണമെന്ന് വെച്ചാൽ നീട്ടി തരാമായിരുന്നു. പക്ഷെ അവരത് ചെയ്യില്ല. വേണമെങ്കിൽ നിങ്ങൾ അടയ്ക്കുക. ആ ഒരു രീതിയിൽ ഞങ്ങൾ വെറും പുച്ഛിച്ച് കളഞ്ഞു. ആ പുച്ഛമായിരുന്നു ഞാൻ ആലോചിക്കുന്നത്. എന്തിന് ഞാൻ ഇപ്രാവശ്യം ഒന്ന് വോട്ടിടേണ്ട കാര്യമില്ലായിരുന്നു, എന്തിന് വെറുതെ അവരുടെ എന്നല്ല അവൻ്റെയൊക്കെ പുച്ഛം കാണാൻ വേണ്ടിയിട്ടോ. ഇത് എൻ്റെ മാത്രം പ്രതിഷേധമാണ്. എനിക്ക് ഇത് എവിടെയെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം യൂട്യൂബ് ഞാൻ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. വലിയ ഇത് ശരിക്കും മോണിറ്റൈസേഷൻ പോലും ഓപ്പൺ ആയിട്ടില്ല. ഇത് എത്ര പേര് കാണുമെന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ വന്ന് വോട്ടിട്ടു. നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്നെങ്കിലും ആൾക്കാരെ അറിയണ്ട, അല്ലാതെ ഒരു പാർട്ടിയും കണ്ടിട്ടല്ല. കാരണം ഈ പാർട്ടിക്കാർ ഇനി ആര് ജയിച്ചാലും, BJP ജയിച്ചാലും, UDF ജയിച്ചാലും, LDF ജയിച്ചാലും അവനവൻ്റെ കുടുംബത്തിനും ചുറ്റും നിൽക്കുന്നവർക്ക് മാത്രമേ ഗുണമുള്ളൂ. അല്ലാതെ പാവപ്പെട്ടവൻ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വോട്ടിട്ട് കാണും. നല്ലൊരു ദിവസം, ഇനിയെങ്കിലും നല്ലൊരു കേരളം, അല്ലെങ്കിൽ ഇനി വരുന്ന പാർട്ടി LDF തന്നെയാണോ വീണ്ടും വരുന്നതെന്ന് അറിയില്ല. വന്നാൽ LDF വന്നാലും UDF വന്നാലും BJP വന്നാലും ഇനിയെങ്കിലും പാവപ്പെട്ടവന് വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലും ചെയ്യുക. ഇതുപോലുള്ള ലോണിന് ചെയ്യാൻ എന്തെങ്കിലും, ഈ ലോണൊക്കെ എടുക്കുന്നവർക്ക് അടയ്ക്കാൻ പറ്റണ സിറ്റുവേഷൻ അവർക്ക് എന്തെങ്കിലും ഒരു ഇളവ് ചെയ്തു കൊടുക്കുക. പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു ഇളവ് ചെയ്ത് ഇവരുടെ ആത്മഹത്യയിൽ നിന്നൊക്കെ അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കുക. അതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്. നാട് വികസിക്കണ്ട എന്നൊന്നും ഞാൻ പറയില്ല, വികസിക്കണം. അതിൽ കൂടെ പാവപ്പെട്ടവന് വേണ്ടിയും കൂടെ ഈ പാർട്ടിക്കാർ ഒന്ന് വിചാരിക്കണം. പാവപ്പെട്ടവരെയും കൂടെ എങ്ങനെയെങ്കിലും കരകയറ്റണം എന്ന് വിചാരിക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ. എന്തായാലും നല്ലൊരു നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആര് വരും എന്ന് നമുക്ക് നോക്കാം. മെയിലാണ് റിസൾട്ട് വരുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ഭരണം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഭരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പാർട്ടിക്കാർ കാണുന്നുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ളത്, പാവപ്പെട്ടവരെയും കൂടെ നിങ്ങളൊന്ന് പരിഗണിക്കുക. പണമുള്ളവനെ മാത്രമല്ല, പണം ഇല്ലാത്ത ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവരെയും കൂടെ നിങ്ങളൊന്ന് പരിഗണിക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.